അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ 56-ാമത്തെ ഭാഗമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമസ്കാരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഖിറാഅത്തായ കാര്യങ്ങളാണ്. 12 നാം വിവരിച്ചിട്ടുണ്ട്. 13-ാമത്തേത് വസ്ത്രം ചുരുട്ടി വെക്കുക. അതേപ്രകാരം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഷർട്ടിന്റെ കൈ മടക്കി വെക്കുക, അല്ലെങ്കിൽ കയറ്റി വെക്കുക. അതേപ്രകാരം തുണി മടക്കി കുത്തുക. നല്ല വലിയൊരു തുണിയാണെങ്കിൽ ഔറത്ത് കാണാതെ മടക്കി കുത്താൻ പറ്റും. എന്നാൽ നമസ്കാരത്തിൽ ഖിറാഅത്താണ്. 14 ഇമാമിന്റെ പിന്നിൽ ആമീനല്ലാത്ത എന്തെങ്കിലും ഉച്ചത്തിൽ ചൊല്ലുക എന്നത് ഖിറാഅത്താണ്. അതായത് ഇമാമിന്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ ജമാഅത്തായി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമീനല്ലാത്ത മറ്റു വല്ലതും ഉറക്കെ ഓതുക ഖിറാഅത്താണ്. അതേപ്രകാരം ഉറക്കെ ഓതേണ്ട സ്ഥലത്ത് പതുക്കെ ഓതുകയും പതുക്കെ ഓതേണ്ട സ്ഥലത്ത് കാരണം കൂടാതെ ഉറക്കെ ഓതുകയും ചെയ്യുക എന്നത് ഖിറാഅത്താണ്. ആദ്യത്തെ 2 റക്അത്തിൽ സൂറത്ത് ഓതാതെ ഉപേക്ഷിക്കുക എന്നത് ഖിറാഅത്താണ്. ഇന്തിഖാലാത്തിന്റെ നീക്കങ്ങളുടെ തക്ബീറുകളെ ഒഴിവാക്കൽ ഖിറാഅത്താണ്. ദിക്റുകളിൽ റുകൂഇൽ ചൊല്ലേണ്ട ദിക്ർ ഉപേക്ഷിക്കൽ ഖിറാഅത്താണ്. ഇത്തിദാലിൽ ചൊല്ലേണ്ട ദിക്ർ ഉപേക്ഷിക്കൽ ഖിറാഅത്താണ്. സുജൂദിൽ ചൊല്ലേണ്ട ദിക്ർ ഉപേക്ഷിക്കൽ ഖിറാഅത്താണ്. 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ചൊല്ലേണ്ട ദിക്ർ ഉപേക്ഷിക്കൽ ഖിറാഅത്താണ്. അബ്ആദ് സുന്നത്തുകളെ ഒഴിവാക്കൽ ഖിറാഅത്താണ്. ഈ പറഞ്ഞതിൽ നിന്ന് പലതിലും നിർബന്ധമാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതുകൊണ്ടും മറ്റുള്ളവ ശക്തിയായ സുന്നത്തുള്ളവ ആയതുകൊണ്ടുമാണ് ഖിറാഅത്താണ് എന്ന് പറയാൻ കാരണം. 17 ആദ്യത്തെ അത്തഹിയ്യാത്തിനെ ദീർഘിപ്പിക്കുക ഖിറാഅത്താണ്. അതേപ്രകാരം തന്നെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ഇരുത്തത്തിനേക്കാൾ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിനെ ദീർഘിപ്പിക്കൽ ഖിറാഅത്താണ്. 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിന്റെ പൂർണ്ണമായ ഇരുത്തത്തിനേക്കാൾ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ദീർഘിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാകുന്നതും ആണ് എന്ന് ശറഹ് ബാഫളിൽ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസാനത്തെ അത്തഹിയ്യാത്തിന് ശേഷമുള്ള പ്രാർത്ഥനകളെ ഉപേക്ഷിക്കൽ ഖിറാഅത്താണ്. ആ പ്രാർത്ഥനയിൽ നിന്ന് ചിലത് നിർബന്ധമാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ഖിറാഅത്താവാൻ കാരണം. 19-ാമത്തെ ഖിറാഅത്ത് നമസ്കാരത്തിന്റെ പ്രവർത്തികളിൽ ഇമാമിനോട് യോജിക്കലാണ്. ഇമാമ് ചെയ്യുമ്പോ അതേ ഇമാമിന്റെ കൂടെ തന്നെ ചെയ്യുക. ഒന്നുകിൽ ഫീലിയായ ഫർള് അല്ലെങ്കിൽ ഖൗലിയായ ഫർള്. അങ്ങനെ ചെയ്താൽ നിസ്കാരം തന്നെ സഹിയാകുമോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഖിറാഅത്താണെന്ന് പറയുന്നത്. ഈ ഖിറാഅത്ത് കൊണ്ട് ജമാഅത്തിന്റെ ഫളീലത്ത് നഷ്ടപ്പെടും എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇമാം റുകൂക്ക് പോയിട്ടാണ് നമ്മൾ പോകേണ്ടത്. ഇമാമിന്റെ ഒപ്പം ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ജമാഅത്തിന്റെ പ്രതിഫലം ലഭിക്കുകയില്ല. ഒരു കാരണവുമില്ലാതെ സ്വഫിനെ തൊട്ട് തനിച്ചു നിൽക്കാൻ, ആൾക്ക് നിൽക്കാനുള്ള സ്ഥലം സ്വഫിലുണ്ടായിട്ട് അവിടെ നിൽക്കാതെ മുന്നിലെ സ്വഫിൽ അത് ഉപേക്ഷിക്കൽ എന്നിവ ഖിറാഅത്താണ്. ഇമാമിനേക്കാൾ ഉയരമുള്ള സ്ഥലത്ത് നിൽക്കൽ അല്ലെങ്കിൽ ഇമാമിനേക്കാൾ ഉയരം കുറഞ്ഞ സ്ഥലത്ത് നിൽക്കൽ അകാരണമായിട്ടാണെങ്കിൽ, കാരണമില്ലാതെയാണെങ്കിൽ ഖിറാഅത്താണ്.
മദ്ഹബിൽ വ്യത്യാസമുള്ള ആളെ തുടർന്ന് നിസ്കരിക്കൽ, ഫാസിഖിനെ തുടർന്ന് നിസ്കരിക്കൽ, മുബത്തദിഇനെ തുടർന്ന് നിസ്കരിക്കൽ, ഫർദ് നിസ്കരിക്കുന്നവൻ സുന്നത്ത് നിസ്കരിക്കുന്നവനോട് തുടർന്നുകൊണ്ട് നിസ്കരിക്കൽ, ളുഹുർ നിസ്കരിക്കുന്നവൻ അസ്ർ നിസ്കരിക്കുന്നതിനെ തുടർന്നുകൊണ്ട് നിസ്കരിക്കൽ, ഇവയെല്ലാം ഖിറാഅത്താണ് എന്ന്. എന്നാൽ ജമാഅത്തുമായി ബന്ധപ്പെട്ട ഈ ഖിറാഅത്ത് ചെയ്താൽ ജമാഅത്തിന്റെ ഫളീലത്ത് നഷ്ടപ്പെടും എന്നത് ശരിയാണെങ്കിലും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ചിലരുടെ ഇബാദത്തിന്റെ ബറക്കത്ത് മറ്റുള്ളവരുടെ ഇബാദത്തിന് ലഭിക്കും എന്നത് നഷ്ടപ്പെടുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ഖുർദി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ പ്രകാരം 20ാമത്തെ ഖിറാഅത്ത് നിസ്കാരം അമിതമായ ധൃതിയിൽ നിസ്കരിക്കുക എന്നത് ആണ്. ഇങ്ങനെ 20 ഖിറാഅത്തുകൾ, ഇതില് 40ഓളം ഖിറാഅത്തുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയും ശ്രദ്ധിച്ചുകൊണ്ടാണ് നാം നിസ്കരിക്കേണ്ടത് എന്ന് പ്രത്യേകം നടത്തുകയാണ്. അള്ളാഹു നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. വിജയികളിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ബന്ധപ്പെട്ടവരുടെ മാതാപിതാക്കൾ, നമ്മുടെ സുഹൃത്തുക്കളുടെ മാതാപിതാക്കൾ, അതുപോലെ മറ്റു മരണപ്പെട്ടു പോയവർ, അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുകയും വിജയികളിൽ അവരെയും നമ്മെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ മക്കളെയും നമ്മെയും ഭാര്യമാരെയും ഒക്കെ അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.